വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്കോഡ് ബിൽഡിങ്ങും കാര്യങ്ങളും ചെയ്യാനാണ്. സബ്സ്ക്രൈബും കാര്യങ്ങളും സ്കോഡ് ബിൽഡ് ചെയ്യാനും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ തന്നെ മാനേജറിനെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, മാനേജർ നമ്മൾ സ്റ്റേക്ക് ഒഴിച്ചിട്ടുണ്ട്. സ്റ്റേക്ക് ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ ക്വിക്ക് കൗണ്ടറാണ് കാര്യങ്ങൾ വന്ന് ഓൾറെഡി ഇട്ടതാണ്. ഇത് ഫോർമേഷനാണ് 4-1-2-3 ഫോർമേഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അടുത്തായിട്ട് നമ്മൾ ഒരു ഗോൾ കീപ്പർ നമുക്ക് ആവശ്യമാണ്. ഗോൾ കീപ്പറായിട്ട് പുതിയ വന്ന ഫ്രീ ട്രയൽ കിട്ടിയ ഗോൾ കീപ്പറാണ് അബിയാട്ടി. പുള്ളിക്കാരൻ കുഴപ്പമില്ല, വലിയതൊന്നും സേവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു ആവറേജ് പറയാൻ നമുക്ക്. പിന്നെ നമ്മൾ സെൻറ്റർ ബാക്കിലേക്ക് റൈറ്റ് ബാക്കിലേക്ക് ബെല്ലറ്റി ആഡ് ചെയ്യുകയാണ്. റൈറ്റ് ബാക്കിൽ 103 ബെല്ലറ്റി ഉണ്ട്. നമുക്ക് ആഡ് ചെയ്യേണ്ട സെൻറ്റർ ബാക്കാണ്. സെൻറ്റർ ബാക്കിലേക്ക് ആകുമ്പോൾ ഒന്ന് ഇവിടെയാണ് ബെക്കം ബോറിനാണ് ആഡ് ചെയ്യുന്നത്. ഇത് സെൻറ്റർ ബാക്കായിട്ട് നമ്മൾ ഒന്ന് ഫോം നോക്കുകയാണ്. ഓക്കെ, ഫോം ഇല്ലാത്തവരെ ഞാൻ ബാർസോണി കാര്യങ്ങൾ ആഡ് ചെയ്യാറില്ല. ഞാൻ ഇപ്പോൾ ബാർസോണിക്ക് സി ഫോമാണ്. സോ ഞാൻ ബി ഫോമുള്ള ഓക്കെ. ഡിലൈറ്റും ഉണ്ട്. ഡിലൈറ്റും ബി ഫോം അല്ല, സി ഫോമാണ്. നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളെ വെർജിൽ വാൻഡൈക്ക് ഇപ്പോൾ ബി ഫോമാണ്. ഇപ്പോൾ ലെഫ്റ്റ് ബാക്കാണ്. ലെഫ്റ്റ് ബാക്കിലേക്ക് ഡെൻസനൊക്കെ ഉണ്ട്. ബട്ട് ലെഫ്റ്റ് ബാക്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇടാതെ ഓക്കെ അൽഫോൺസ ഡേവിസ് ആണ്. മറ്റേ ടെസ്റ്റിലെ ഐക്കോണിക് ആളായിരുന്നു അൽഫോൺസ ഡേവിസ്. അങ്ങനെയാണ് ഞാൻ സെൻറ്റർ ലെഫ്റ്റ് ബാക്കായിട്ട് ഇടുന്നത്. നെക്സ്റ്റ് നമ്മൾ DMF ഒരാൾ ചോദിക്കുന്നുണ്ട്. DMF അല്ല ഞാൻ യൂസ് ചെയ്യല്, ഞാൻ CMF ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബെല്ലിംഗാമിനെയും കാര്യങ്ങളും CMF ആയിട്ടാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് അടുത്ത് നമ്മൾ AMF യൂസ് ചെയ്യേണ്ടത്. AMF ഞാൻ യൂസ് ചെയ്യാൻ ഒന്ന് നമ്മളെ സ്നൈഡറിൻ്റെ ഫ്രീ ട്രൈ കിട്ടിയ പാക്കാണ്. രണ്ടാമത്തെ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രൈഫിൻ്റെ പാക്കാണ്. 104 ക്രൈഫാണ്. അത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നമ്മളെ ബുള്ളിറ്റിനെയാണ്. റൈറ്റ് വിങ്ങിലാണ് ബുള്ളിറ്റിനെ ഞാൻ ചൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ട്രൈക്കറിനെ വേണം. നമ്മൾ സ്ട്രൈക്കറിനെ ഇപ്പോൾ ഡ്രോപ്പയാണ്. വലിയ ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലെഫ്റ്റ് വിങ് ഉറപ്പായിട്ടും പറയുന്ന നെയ്മറാണ്. ഇതാണ് എൻ്റെ സ്കോഡ് എന്ന് അറിയാൻ ഫസ്റ്റ് ഹാഫിൽ ഇടുന്ന സ്കോഡാണിത്. ഇനി അടുത്ത നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനിലേക്കാണ്. സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ എല്ലാവരെയും ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൊറിയൻഡസ്, മെസ്സി, റൗള് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നിന്ന്. ഓക്കെ, ഒരു ഗോൾ കീപ്പറാണ്. ഞാനിപ്പോൾ വിറ്റർ ബായ ഉണ്ട്. വിറ്റർ ബായ വേണ്ട, അവിടെ നമ്മളെ കസിയസിനെ കൊടുത്തിട്ടുണ്ട് ഗോൾ കീപ്പിംഗ്. ഈ 2 ഗോൾ കീപ്പറെയാണ് യൂസ് ചെയ്യൽ. ആർക്കാണോ ഫോം കൂടുതൽ ഒരു മാച്ചിൽ ഓനെയാണ് ഫസ്റ്റ് 11 ഞാൻ കളിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഡെമ്പലെ വേണം. ഓക്കെ, ലെഫ്റ്റ് മിഡ്ഫീൽഡർ ഡെന്നിസൺ. എൻ്റെ സ്കോഡിലെ പ്രധാന താരമാണ് ഡെന്നിസൺ. അടുത്ത നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ബാക്കിൽ ബെൻ വൈറ്റ് തന്നെയാണ്. ബെൻ വൈറ്റ് എൻ്റെ സ്കോഡിലെ ഒരു മെയിൻ പ്ലെയറാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മച്ചാനെയാണ്, ലുംബർഗിനാണ്. ലുംബർഗ് വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളും തരുന്നില്ലെങ്കിലും ഫോമുള്ള കളിയിൽ അത്യാവശ്യം നല്ലോണം കളിക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ എംബാപ്പേനെയാണ്. 101 എംബാപ്പെ. നമുക്ക് 3268 ഓവറോളും കാര്യങ്ങളും ഉണ്ട്. ഈ ചങ്ങായിക്ക് റേറ്റിംഗ് കുറവാണ് അൽഫോൺസ ഡേവിസിന്. അൽഫോൺസയ്ക്ക് 97 ഉണ്ട് അൽഫോൺസ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കോഡ് എന്ന് പറയുന്നതാണെങ്കിൽ. സെക്കൻഡ് ഹാഫിൽ ഞാൻ എങ്ങനെയാണ് സ്കോഡ് ഇറക്കുക എന്ന് പറഞ്ഞുതരാം. സെക്കൻഡ് ഹാഫിൽ നമ്മളെന്താക്കും, ഈ റൗളിനെ ഫസ്റ്റ് 11 കൊണ്ടുവരും. അതുപോലെ മൊറിയൻഡസിനെ കൊണ്ടുവരും. റൈറ്റ് വിങ്ങിൽ AMFിലേക്ക് ബുള്ളിറ്റിനെ ഇട്ടിട്ട് റൈറ്റ് വിങ്ങിൽ നമ്മൾ ഇവനെ കൊണ്ടുവരുന്നതാണ്. നമ്മളെ ഡെമ്പലേനെ കൊണ്ടുവരും. സ്ട്രൈക്കേഴ്സിൽ നമ്മൾ ഡ്രോപ്പയല്ല മറ്റേ ചങ്ങായിണ്ട്. ഓക്കെ, ലെഫ്റ്റ് വിങ്ങിൽ നമ്മൾ ഡ്രോപ്പയല്ല ഇവനെ കൊണ്ടുവരുന്നതാണ്. ഡെനിസൺ എന്തായാലും ലെഫ്റ്റ് വിങ് ഉറപ്പാണ്. പിന്നെ CMFിൽ വേണമെന്ന് തോന്നിയാൽ ഇടയ്ക്ക് നമ്മളെ മച്ചാനെ ചൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇടയ്ക്ക് CMFിൽ അങ്ങനെ മാറ്റവും കാര്യങ്ങളും വരുത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കോഡും കാര്യങ്ങളും എന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.